സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നയരൂപീകരണം നടത്തുന്നതിനും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് ഉടൻ ഉണ്ടാകില്ല. നവംബർ മാസത്തിലെ അവസാന തീയതികളിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് വേദിയും തീയതിയും മാറ്റാൻ സർക്കാർ ആലോചിക്കുന്നത്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലാണ് വേദി നിശ്ചയിച്ചിരുന്നത്. കോൺക്ലേവ് നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നിലപാടാണ് വേദി മാറ്റത്തിന്റെ നീക്കത്തിന് പിന്നിൽ. കോൺഗ്രസിന്റെ UDFന്റെയും ശക്തി കേന്ദ്രമാണ് എറണാകുളം ജില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജില്ല കൂടിയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് മൂർച്ചയും അടിക്കടി ശൈലിയിലുള്ള ആളാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കോൺക്ലേവ് തടയുമെന്ന് പറഞ്ഞാൽ ഷിയാസ് സംഘവും തടഞ്ഞിരിക്കും. ഇതോടെ എറണാകുളത്തെ വേദി മാറ്റുന്നതാണ് നല്ലതെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. BJPയും കോൺക്ലേവ് തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 23-നാണ് സിനിമാ കോൺക്ലേവ് നടത്താൻ ഏകദേശ ധാരണ ഉണ്ടായെങ്കിലും ഈ സമയത്ത് കോൺക്ലേവ് നടത്താൻ സാധിക്കില്ല. നിലവിലെ പ്രതിഷേധങ്ങളിൽ കോടതി എന്ത് ഇടപെടൽ നടത്തുന്നു എന്നത് ആശ്രയിച്ചാവും കോൺക്ലേവ്. സംഘടനകൾ തമ്മിലുള്ള ചർച്ചകൾ അനിവാര്യമാണെന്നും സമവായം എത്തിയ ശേഷം മാത്രം കോൺക്ലേവ് നടത്തുമെന്നാണ് സർക്കാർ ആലോചന. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന നടൻ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കി ഒരു പൊതുസമ്മതനെ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്താനാകുമെന്ന് സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. നടി മഞ്ജു വാര്യരും ഛായാഗ്രാഹകൻ രാജീവ് രവിയും നേരത്തെ തന്നെ ഒഴിവായിരുന്നു. നവംബർ 20 മുതൽ 28 വരെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള നടക്കുന്നതിനാൽ ഇക്കാരണം കൊണ്ട് നവംബർ 23 മുതൽ നടത്താനെന്ന സിനിമാ കോൺക്ലേവിന്റെ തീയതിയിലും മാറ്റമുണ്ടാകും.